ഒരാണ് ചെയ്താല് അത് കുളിച്ചാ പോവുന്നൊരു ചൊല്ലുണ്ട്. പക്ഷെ ഒരു പെണ്ണ് ചെയ്താൽ അത് കുളിച്ചാ പോവില്ല. മനസ്സിലായോ? ഒരു മതിലിന് തുള വീണ് കഴിഞ്ഞാൽ അത് തുള വീണത് തന്നെയാണ്. അത് അടക്കാൻ പറ്റില്ല. മനസ്സിലായോ? പക്ഷെ തുള ഇടാൻ വെച്ച ചുറ്റിക ഉണ്ടല്ലോ പുളിയും, അത് പിന്നെയും പിന്നെയും ഓരോരോ മതിലും ഇട്ടിട്ടിട്ട് പോവാ. കത്തണ്ടവർക്ക് കത്തും. മനസ്സിലായോ? സുറുമ വരച്ച പെണ്ണെ റജല ചെമ്പകപ്പൂവിനൊത്ത നിറമാ ചന്ദനമേനി മഹ. ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾ ഈ പാട്ടിൽ ലയിച്ചു പോയോ? ഇവനാണ് മുഹമ്മദ് നിഷാൻ. ഇവൻ കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള ഒട്ടുമിക്ക പെൺകുട്ടികളെയും, അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ, പിന്നെ ഡിവോഴ്സ് ആയവർ, ആ ഹസ്ബൻഡ് നിലവിലുള്ളവർ, അങ്ങനെ പല പല പെൺകുട്ടികളെയും കറക്കി വളച്ചൊടിച്ച് കുപ്പിയിലാക്കി അവൻ കറക്കി എടുത്തിട്ടുണ്ട്. ആ വിരുദ്ധനാണ് ഇവൻ. വളയ്ക്കാൻ നോക്കുമ്പോ നിന്ന് കൊടുത്തിട്ടല്ലേ എന്ന് ചോദിച്ചാൽ അതിനൊന്നും ഉത്തരവില്ല കേട്ടോ. കാരണം അവൻ എങ്ങനെയെങ്കിലും അതിനെ വളച്ചെടുത്തിരിക്കും. ഇവൻ വളച്ചെടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റിനെ ഒരു സാധാ കോൾ വിളിക്കും, വോയിസ് കോൾ വിളിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് വീഡിയോ കോൾ വിളിക്കും. വീഡിയോ കോളിനകത്ത് പിന്നെ ഒന്നുമില്ലാത്ത ഫോട്ടോസ്, വീഡിയോസ്, അങ്ങനെയൊക്കെ പോകും. ഇവനൊന്നും അറിയാതെ അവൻ അത് സ്ക്രീൻഷോട്ട് എടുത്തും സ്ക്രീൻ റെക്കോർഡ് എടുത്തും ഒക്കെ വെക്കും. എന്നിട്ട് ഇവരെയാണെങ്കിൽ ഹോട്ടലിൽ റൂം എടുത്തിട്ട് അങ്ങോട്ട് വിളിക്കും. ഇതൊക്കെയാണ് ഇവന്റെ മെയിൻ ഹോബി. ഇത് മാത്രമല്ല കേട്ടോ ബിരുദന്റെ കയ്യിലിരിപ്പ്. ഈ ഹോട്ടലിലാണെങ്കിൽ അവര് സല്ലപിച്ച് കഴിഞ്ഞാല് ഉടനെ തന്നെ അവൻ വള, മാല, അങ്ങനെയുള്ള സാധനങ്ങൾ അവളുമാരോട് ആവശ്യപ്പെടും. അപ്പൊ അവരെ മുരി കൊടുക്കുകയും ചെയ്യും. പിന്നെ ഇവര് ഈ ഹോട്ടലിൽ സല്ലപിക്കുന്ന ഒരു വീഡിയോസ് ഒക്കെ ഇവൻ സൂക്ഷിച്ചു വെക്കാറുണ്ട്. അവൻ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. കാരണം അത് വെച്ചിട്ട് വേണം പിന്നീട് ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ. എന്തെല്ലാം കണ്ടാലും കേട്ടാലും ഈ പെൺകുട്ടികൾ എന്താ പഠിക്കാത്തത്? ഇവന്റെയൊക്കെ വലയിൽ ചെന്ന് എങ്ങനെ വീണു കൊടുക്കുന്നു? എന്തായാലും ഈ സത്യം പറഞ്ഞ ദേഷ്യം വരികയാണ്. ഇവനെ പോലുള്ളവർക്ക് നല്ല കഴിവാണ്, പെണ്ണുങ്ങളെ വളച്ചെടുക്കാൻ ഇവനിക്ക് നല്ല കഴിവാണ്. എന്താ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ ഒന്നും ഒരു ചിന്തയില്ലാതെ വല്ല ഇളിച്ചു കാണിച്ചു വരുന്നവന്മാരുടെ പിന്നാലെ അങ്ങ് പോകുന്നു. അത് ഈ ഒരാള് മാത്രമല്ല, ഡിവോഴ്സ് ആയവരുണ്ട്, ഹസ്ബൻഡ് ഉള്ളവരുണ്ട്. ഇവൻ മെയിനായിട്ടും തിരഞ്ഞെടുക്കുന്നത് ഹസ്ബൻഡ് ഇല്ലാത്ത പെണ്ണുങ്ങളെയൊക്കെയാണ്. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ വരെ. ഇവനാര് കാമദേവനോ? കല്യാണം കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ആയിട്ട് ഡിപ്രഷനിലൊക്കെ ആയിരിക്കുന്ന പെൺകുട്ടികളെ തെരഞ്ഞു പിടിച്ചിട്ട് ഇവൻ ആശ്വസിപ്പിക്കാൻ ചെല്ലും. കൊള്ളാലോ കളി എന്തായാലും. അപ്പൊ അവളുമാര് ആ ഒരു സ്നേഹം കാണുമ്പോ അവനങ്ങ് പാലാണ്, തേനാണ്, ചക്രിയാന്ന് വെച്ചിട്ട് അവന്റെ പുറകെ അങ്ങടങ്ങ് ചാഞ്ഞോളും. ഇവൻ എന്തോ സൈക്കോ ആണെന്ന് തോന്നുന്നു. അവനൊരു സൈക്കോ തന്നെയാണ്. അവൻ പറയുന്നത് ഞാൻ സ്ത്രീകൾക്ക് ഫുഡ് വാങ്ങി കൊടുത്തിട്ട് ഞാൻ ഉപയോഗിക്കുമെന്ന്. ശരിക്കും അവൻ ഹോട്ടലുകളിൽ റൂം എടുത്തിട്ട് ഓരോ സ്ത്രീകളെയും വിളിച്ചു വരുത്തി ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ട് അവന്റെ ആവശ്യങ്ങളെല്ലാം അവൻ നിറവേറ്റും. സത്യം ഇത് കേരളത്തിൽ തന്നെയല്ലേ ഇതൊക്കെ നടക്കുന്നത്? ഇതിപ്പോ ഒരു പെണ്ണൊന്നും അല്ല, ഒരുപാട് പെൺകുട്ടികള് അങ്ങനെ ഒരുപാട് പേര്. ആരോഗ്യം നോക്കണം കേട്ടോ. ആളൊക്കെ നല്ല തീറ്റ കൊടുത്തല്ലേ ശേഷം അടിക്കുള്ളൂ, പേടിക്കണ്ട. മനസ്സിലായ? തിന്നാൻ കൊടുത്തടിക്കാന്ന് കേട്ടിട്ടില്ല. അതാണ് ഞാൻ സത്യമായിട്ട് തിന്നാൻ കൊടുത്തടിക്കും. അപ്പൊ പ്രശ്നമില്ലല്ലോ. മനസ്സിലായോന്ന് കാര്യം മനസ്സിലായല്ലോ നിങ്ങൾക്കല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഞാൻ പറ. പബ്ലിക് കേരളയിലെ ഖാദർ കരിപ്പൊടി ഈ വീഡിയോസ് ചെയ്തപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ, സ്ത്രീകൾ ഒക്കെ ഖാദർ കരിപ്പൊടിയെ വിളിക്കാൻ തുടങ്ങി. കാരണം ഈ ഒരു പ്രശ്നം പറഞ്ഞിട്ട് ഇവനാൽ ചതിക്കപ്പെട്ട കുറെ പെൺകുട്ടികൾ, ഇവർക്കൊന്നും സത്യം പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ ഇതൊന്നും അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇവന്റെ കാരണം ഈ ഒരു ന്യൂസ് പുറത്തു വന്നപ്പോൾ ഈ ഖാദർ കരിപ്പൊടിയെ ഇവരെല്ലാവരും വിളിക്കാൻ തുടങ്ങി. ഒരുപാട് സ്ത്രീകള്. അവന്റെ ചാനലിൽ ഇപ്പോഴും വീഡിയോസ് ഇടുന്നുണ്ട്. അവൻ എന്ത് തെമ്മാടിത്തരം ചെയ്തിട്ട് വന്നാലും അവന്റെ വീട്ടുകാർ അവനിക്ക് ഫുൾ സപ്പോർട്ടാണ്. പിന്നെ അവനാണെങ്കിൽ ജയിലിലുമാണ്. പക്ഷെ ഇപ്പൊ ഇവന്റെ ചാനലില് ആര് വീഡിയോസ് ഇടുന്നു? അപ്പൊ അതിനു വേണ്ടിയിട്ട് അവൻ ആരെയോ നിയോഗിച്ചിട്ടുണ്ട്. അവനിക്ക് ഇപ്പോഴും വീഡിയോസ് ഇടുന്നുണ്ട്, അവൻ ആക്റ്റീവായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട് ആ ഒരു ചാനല്. ആരോഗ്യം നോക്കണം കേട്ടോ. ആളൊക്കെ നല്ല തീറ്റ കൊടുത്തല്ലേ ശേഷം അടിക്കുള്ളൂ, പേടിക്കണ്ട. മനസ്സിലായ? തിന്നാൻ കൊടുത്തടിക്കാന്ന് കേട്ടിട്ടില്ല. അതാണ് ഞാൻ
സത്യമായിട്ട് തിന്നാൻ കൊടുത്തടിക്കും. അപ്പൊ പ്രശ്നമില്ലല്ലോ. മനസ്സിലായോന് കാര്യം മനസ്സിലായല്ലോ നിങ്ങൾക്കല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഞാൻ പറ. എന്തായാലും ഇവനൊരു ഉഗ്രൻ സൈക്കോ തന്നെയാ. അല്ലെങ്കിൽ അവൻ വന്ന് സ്വന്തം ലൈവിൽ വന്നിരുന്നിട്ട് പറയത്തില്ലല്ലോ ഞാൻ സ്ത്രീകൾക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ട് അവരെ ഉപയോഗിക്കുമെന്ന്. എന്താ തൊലിക്കെട്ടി. ഇപ്പം ഈ ഒരു കാലത്ത് നല്ല രീതിയിൽ ജോലിയും വരെയൊക്കെ ഉള്ള ആമ്പിള്ളേർ പെണ്ണന്വേഷിച്ച് കിടന്നാൽ പെണ്ണില്ല. പക്ഷെ ഇതുപോലെയുള്ള വാളികൾക്ക് എവിടുന്ന് വരുന്നു എന്നറിയില്ല. കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ഇവന്മാർക്കൊക്കെ പെണ്ണാണ്. അത് ഇഷ്ടം പോലെ, അത് ഏത് തരത്തിൽ വേണമെങ്കിലും, കുട്ടികളായാലും മുതിർന്നതായാലും ഏത് തരത്തിൽ വേണമെങ്കിലും. ഓരോ ആലോചന വരുമ്പോഴും പെണ്ണുങ്ങൾ പറയുന്നതാ അത് ശരിയായില്ല, ഇത് ശരിയായില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഓരോ ആമ്പിള്ളാരെ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയും. കാരണം എന്താ, ഇതുപോലെയുള്ള തെമ്മാടികളുടെ കൂട്ടത്തിൽ അവര് പോയി സെറ്റായിട്ടുണ്ടാവും. പിന്നെ എങ്ങനെയാ അതൊക്കെ ശരിയാവുന്നത്? കേരളത്തിലെ സ്ത്രീകൾ എല്ലാവരും കൂടി ഇവന്റെ തലമണ്ട അടിച്ച് പൊട്ടിക്കുകയാണ് വേണ്ടത്. ഇവന് എങ്ങനെ കുടുക്കിയെന്ന് ചോദിച്ചാല്, ഇവനിക്കാണെങ്കിൽ ഈ ലൈവിൽ വരുമ്പോൾ ഇവനിക്കൊരു ചാരിറ്റിയും കൂടി ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു ട്രെൻഡാണല്ലോ യൂട്യൂബിൽ വരിക ചാരിറ്റി. ആ ഒരു സംഭവം ഇപ്പൊ ഒരു ട്രെൻഡായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഇവനിക്കും ആ ഒരു ചാരിറ്റി സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഇവൻ കൊടുത്തിരുന്ന ഗൂഗിൾ പേ നമ്പർ എന്ന് പറയുന്നത് ഇവൻ കല്യാണം കഴിക്കാനിരുന്ന പെൺകുട്ടിയുടേതാണ് ആ നമ്പർ കൊടുത്തിരുന്നത്. ആണ് ചെയ്താല് അത് കുളിച്ചാ പോവുന്ന ഒരു ചൊല്ലുണ്ട്. പക്ഷെ ഒരു പെണ്ണ് ചെയ്താൽ അത് കുളിച്ചാ പോവില്ല. മനസ്സിലായോ? ഒരു മതിലിന് തുള വീണ് കഴിഞ്ഞാൽ അത് തുള വീണത് തന്നെയാണ്. അത് അടക്കാൻ പറ്റില്ല. മനസ്സിലായോ? പക്ഷെ തുള ഇടാൻ വെച്ച ചുറ്റിക ഉണ്ടല്ലോ പുളിയും, അത് പിന്നെയും ഓരോരോ മതിലും ഇട്ടിട്ടിട്ട് പോവാ. കത്തണ്ടവർക്ക് കത്തും. മനസ്സിലായോ? നമ്പർ പുറത്തു വന്നപ്പോൾ ഇവൻ പറ്റിച്ച പെൺകുട്ടികളെല്ലാം കൂടി ആ നമ്പറിലേക്ക് വിളിക്കാൻ തുടങ്ങി. അതിൽ ഒരു 4 പെൺകുട്ടികൾ ഒത്തുചേർന്നിട്ട് ഇവനെ ഒരു ഹോട്ടലിലേക്ക് വിളിപ്പിച്ചു. അങ്ങനെ ഇവൻ ഹോട്ടലിൽ വന്നു. അവിടെ വെച്ച് ഇവര് പോലീസിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവനെ പോലീസിന് കൈമാറുകയാണ് ചെയ്തത്. പിടിക്കാനല്ല, സീൻ പിടിക്കാൻ. അതൊരു കാമുകന്റെ അവകാശമാണ്. അത് തള്ളി ഇവൻ ദുരുപയോഗം ചെയ്ത ഇവന്റെ കെണിയിൽ വീണുപോയ സ്ത്രീകൾ ഇവന്റെ ലൈവിൽ വന്നിട്ട് നഗ്ന ചിത്രങ്ങൾ നിന്റെ കൈവശം വെച്ചത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അത് കാമുകന്റെ അവകാശമാണെന്നാണ് ഇവൻ പറയുന്നത്. ഒരു കാമുകന്റെ അവകാശമാണ് പോലും ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പിടിക്കുക എന്നുള്ളത്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇവന്റെ വലയിൽ സുഖത്തിന് വേണ്ടി പോയ പെണ്ണുങ്ങളുണ്ട്, അവരുടെ കൂടെ ഞാൻ നിൽക്കില്ല. മറിച്ച് ഇതിൽ കൃത്യമായി പഠിച്ച് പെട്ടുപോയിട്ടുള്ള ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുമെന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് അവനെ അറസ്റ്റ് ചെയ്തത്. ഇവനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയത് മുതൽ ഒരുപാട് സ്ത്രീകളാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത് ഇവനിക്കെതിരെ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവൻ ചതിച്ചിട്ട് പോകുന്ന എല്ലാ പെൺകുട്ടികളുടെയും ഫോട്ടോസും, അതായത് നഗ്ന ഫോട്ടോസ്, വീഡിയോസ് എല്ലാം ഇവന്റെ ഫോണിനകത്ത് ഇവൻ സേഫ് ആയിട്ട് വെച്ചിരിക്കുന്നുണ്ട്. കാരണം ഇവനിക്ക് അത് വെച്ചിട്ട് വേണമല്ലോ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവൻ പറയുന്നത് ആ ഒരു ഫോട്ടോസ് വീഡിയോസ് ഞാൻ എടുക്കുന്നത് അതൊരു കാമുകന്റെ അവകാശമാണെന്നാണ് പറയുന്നത്. എന്തായാലും ഇവൻ ചെറിയ സൈക്കോല മുട്ടൻ സൈക്കോ തന്നെയാണെന്ന് തോന്നുന്നു. മുഹമ്മദ് നിഷാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഹമ്മദ് നിഷാലുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയതിന് ശേഷം, അയാൾ അറസ്റ്റിലാക്കപ്പെട്ട വിവരം പുറത്തു പറഞ്ഞതിന് ശേഷം എൻ്റെ ഫോണിന് റെസ്റ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ആളുകൾ ഇവന്റെ വലയിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എൻ്റെ ഈ വാർത്താ ജീവിതത്തിൽ ഇത്രയും അധികം യുവതികളെ, സ്ത്രീകളെ, പ്രായപൂർത്തി പോലും ആകാത്ത സ്കൂളിൽ പഠിക്കുന്ന ചെറിയ പെൺകുട്ടികളെ അടക്കം ഇതുപോലെ ദുരുപയോഗം ചെയ്ത ഒരു ക്രൂരനെ ഞാൻ കണ്ടിട്ടില്ല. ഞാനാകെ ഞെട്ടിപ്പോവുകയാണ്. എന്നെ സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ ഇയാൾ ദുരുപയോഗം ചെയ്ത കഥ കേട്ട് ഞാൻ ഞെട്ടിപ്പോയിരിക്കുക. ആ പെൺകുട്ടി ആകെ ഭയപ്പാടിലാണുള്ളത്. കുടുംബത്തോട് പറയാൻ പറ്റുന്നില്ല അവരെന്തു പറയുമെന്ന്. ആ പെൺകുട്ടി പണ്ടൊക്കെ വിവാഹ തട്ടിപ്പായിരുന്നു, എന്നാൽ ഇപ്പോഴൊക്കെ ഇതാണ് തട്ടിപ്പ്. ഇതൊക്കെയാണ് തട്ടിപ്പ്. ഈ സ്ത്രീകൾക്ക്, അതായത് ഇവനാൽ പറ്റിക്കപ്പെട്ട സ്ത്രീകൾക്ക് മിക്കതും വിദ്യാഭ്യാസം ഒക്കെ ഉള്ളതാണ്, പക്ഷെ വിവരം എന്ന് പറഞ്ഞാൽ തീരെ കാണില്ല. അതല്ലേ ഇവനെ പോലെയുള്ള വാളുകളുടെ വലയിൽ വീണുപോയത്.
അവൻ കേരളത്തിലുള്ള മിക്ക സ്ത്രീകളെയും അവൻ പറ്റിച്ചിട്ടുണ്ട്, അവൻ പീഡിപ്പിച്ചിട്ടുണ്ട്. അതായത് ശാരീരികമായും മാനസികമായും ഒക്കെ അവരെ ഹറാസ് ചെയ്തിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോസും വീഡിയോസും, അതായത് നഗ്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ അവന്റെ കയ്യിൽ ഇരിക്കുകയാണ്. എന്നിട്ട് അവൻ ആവശ്യപ്പെടുന്ന പണമായാലും സ്വർണമായാലും ഒക്കെ അവര് കൊണ്ടു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരുപാട് പെൺകുട്ടികൾ ഇവനാൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും 4 പെണ്ണുങ്ങൾ കൂടി ഈ വിരുദ്ധനെ പൂട്ടിയിട്ട് പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി ചാടാൻ നിൽക്കുന്ന എല്ലാ പെണ്ണുങ്ങൾക്കും ഇതൊരു പാഠമായിരിക്കട്ടെ.